الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ما كذب الفؤاد ما رأى أفتمارونه على ما يرى ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട അത്ഭുതകരമായ കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ആ ഹദീസിൽ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ കിടക്കുന്നു, അയാളുടെ അടുക്കൽ വേറൊരാൾ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് അയാളുടെ തലയിലേക്കിടുകയും തല ചിന്നിച്ചിതറിപ്പോകുന്ന കാഴ്ച. വളരെ വേദനാജനകമായ ആ രംഗം കണ്ടുകൊണ്ട് എന്താണ് അവർ ചെയ്ത തെറ്റ്, അവരുടെ കുറ്റമെന്താണ് എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആൻ കൈയൊഴിച്ച ആളുകളായിരുന്നു അവർ. അതേപോലെ ഫർദ് നമസ്കരിക്കാതെ കിടന്നുറങ്ങിയ തെറ്റായിരുന്നു അവർക്കുണ്ടായിരുന്ന മറ്റൊരു ദോഷം എന്നും വിശദീകരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് കണ്ട ഒരു കാഴ്ച കൂടി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഫൻതലഖ്നാ ഫഅതൈനാ അലാ റജുലിൻ മുസ്തൽഖിൻ ലിഖഫാഹു, ഒരു മനുഷ്യൻ അങ്ങ് മലർന്നു കിടക്കുകയാണ്. വഇദാ ആഖർ
വേറൊരു മനുഷ്യൻ അയാളുടെ അടുക്കലുണ്ട്. ഖായിമുൻ അലൈഹി ബികല്ലൂബിൻ മിൻ ഹദീദ്, ഇറച്ചിയൊക്കെ തൂക്കുവാൻ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ ശക്തമായ കൊളുത്ത് ആ മനുഷ്യന്റെ കയ്യിലുണ്ട്. അയാൾ അത് ഫഇദാ ഹുവ യഅതി അഹദ ശിഖ്ഖൈ വജ്ഹിഹി ഫയുശർശിറു ശിദ്ഖഹു, അയാൾ ആ കിടക്കുന്ന ആളുടെ വായിലേക്ക് ആ കുളത്തിട്ടുകൊണ്ട് അയാളുടെ കവിൾ ഭാഗത്ത് വലതുഭാഗത്തേക്ക് വലിച്ചു കീറി ഇലാ ഖഫാഹു, പിരടി വരെയും അത് വലിച്ചു കൊണ്ടുപോയി വികൃതമാക്കി കീറിക്കളയും. പിന്നെ വമൻഖറഹു ഇലാ ഖഫാഹു, അയാളുടെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് ഈ മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊളുത്തിയതിനു ശേഷം നേരെ ബാക്കിലേക്ക് അയാളുടെ പിരടി വരെയും വലിച്ചു കീറും എന്നാണ്. അതേപോലെ തന്നെ വഅൈനഹു ഇലാ ഖഫാഹു, പിന്നെ അയാളുടെ കണ്ണിലേക്ക് കുത്തിയിറക്കി ആ കൊളുത്തുകൊണ്ട് അയാളുടെ പിരടി വരെയും വലിച്ചു കീറും. അങ്ങനെ വലതുഭാഗത്തെ ഈ രീതിയിൽ മോശമായി വികൃതമാക്കി കുത്തിക്കീറിയതിനു ശേഷം മറുഭാഗത്ത് അഥവാ ഇടതുഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഭാഗം കഴിയുമ്പോഴേക്ക് മറുഭാഗം പൂർവ്വസ്ഥിതിയിലാകും. അങ്ങനെ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫയഫ്അലു മിസ്ല മാ ഫഅലൽ മർറത്തൽ ഊല, ആദ്യം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അയാൾ ചെയ്ത കുറ്റം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ഇത്രയേറെ ഭീതി നിറഞ്ഞ മാരകമായ ഒരു ശിക്ഷ ബർസഖി ലോകത്ത് അയാൾ അനുഭവിക്കുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത് ഫഇന്നഹു റജുലു യഗ്ദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കിദ്ബ, അയാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഒരു കളവ് അയാൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയും. തബ്ലുഗുൽ ആഫാഖ്, ആ കളവുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചക്രവാളങ്ങളിൽ എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വേറൊരു റിവായത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും ഫകദ്ദാബുൻ യുഹദ്ദിസു ബിൽ കിദ്ബ, അയാൾ കളവ് കെട്ടിച്ചമച്ച് പറയുന്ന വലിയ അപരാധിയാണ്. ഫതുഹ്മലു അൻഹു, അയാൾ പറയുന്ന കളവുകൾ അതിന്റെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ആളുകൾ അത് ഏറ്റെടുക്കും. എന്നിട്ട് ഹത്താ തബ്ലുഗൽ ആഫാഖ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചക്രവാളങ്ങളിൽ ആ വർത്തമാനങ്ങൾ കൊണ്ടുപോയി എത്തിക്കും. ഫയുസ്നഉ ബിഹി, അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉള്ള ശിക്ഷയാണ് മാ റഅയ്ത ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും താങ്കൾ കണ്ടതുപോലെയുള്ള ഈ പ്രയാസം നിറഞ്ഞ ശിക്ഷ അയാൾ ബർസഖി ലോകത്ത് ഖബറിന്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി പഠിക്കേണ്ട ഒരു പാഠം, കളവ് പറയുക എന്നത് വലിയ കുറ്റമാണ് ഇസ്ലാമിൽ. ലാഭവും നേട്ടവും നോക്കിയല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ, നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവങ്ങളാണ് വരുന്നതെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കാൻ, സത്യം തുറന്നു പറയുവാനുള്ള ആർജവം ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ കളവ് പറയുന്നവനാവുകയില്ല. അയാൾക്ക് വേറെ ഏതെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചേക്കാം, പക്ഷേ ഈമാനിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിലുള്ള വിശ്വാസി ഒരിക്കലും കളവ് പറയുകയില്ല, കളവിന് കൂട്ടുനിൽക്കുകയും ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങളുടെ തല പോയാലും നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം, നിങ്ങൾ സത്യം പറയണം. ഫഇന്ന അസ്സിദ്ഖ യഹ്ദി ഇലൽ ബിർ, കാരണം സത്യം എന്നത് നിങ്ങളെ നന്മയിലേക്ക്, പുണ്യങ്ങളിലേക്കാണ് നയിക്കുക. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ പുണ്യങ്ങളാകട്ടെ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. എന്നാൽ വഇയ്യാകും വൽ കദിബ്, കളവ് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് എന്നത് കേവലം ഒരു തെന്മയിൽ, ഒരു ഹറാമിൽ മാത്രം നിൽക്കുകയില്ല, അത് വേറെ പല തെമ്മാടിത്തങ്ങളിലേക്കും തിന്മകളിലേക്കും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, ആ തിന്മകളൊക്കെ നിങ്ങളെ തെളിച്ചുകൊണ്ടുപോകുന്നത്, കൊണ്ടുചെന്നെത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. അതുകൊണ്ട് വമാ യസാലു റജുലു യക്ദിബ്, ചില ആളുകൾ ലവലേശം ഒരു ഗൗരവവുമില്ലാതെ വളരെ നിസ്സാരമായി കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. വയതഹറൽ കദിബ്, കളവ് എങ്ങനെ പറയാൻ പറ്റും ഏതൊരു വിഷയത്തിലും എന്നതാണ് അവരുടെ റിസർച്ച്. അങ്ങനെ വരുമ്പോൾ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, അള്ളാഹുവിന്റെ രേഖയിൽ അയാൾ വ്യാജവാദി, കള്ളൻ എന്നായിരിക്കും രേഖപ്പെടുത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ,
ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഈ യുഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10-14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ വാക്കിന്റെ വിശാലതയും അതിന്റെ സത്യവും നമ്മൾ ഇന്ന് ബോധ്യപ്പെടുകയാണ്. കളവ് ഇന്ന് പറക്കുകയാണ്. ഒരു നിമിഷം ഒരാൾ ഉണ്ടാക്കി അയക്കുന്ന ഒരു തിന്മയുടെ അല്ലെങ്കിൽ വ്യാജമായ ഒരു റിപ്പോർട്ടിന്റെ ഒരു പ്രചാരം, അത് സെക്കൻഡുകൾക്കുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് പറന്നു പോകുന്ന ഒരു കാലം. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റിയിട്ടുണ്ടാകുമെന്ന് പറയാറുള്ളത് പോലെ തിന്മകൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ ഹദീസിൽ തന്നെ പറഞ്ഞത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതാ അങ്ങനെ കൈമാറ്റം ചെയ്ത ആളുകളിലേക്ക് എത്തും എന്ന് പറഞ്ഞ ആ ഒരു രംഗം നമ്മളെല്ലാം വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. നമ്മൾ വളരെ നിസ്സാരമായി, വളരെ തമാശയോടുകൂടി ലളിതമായൊരു സംഗതി, അതിലൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് വിചാരിച്ച് ചെയ്യുന്ന സംഗതിയായിരിക്കും. പക്ഷേ അയാൾക്ക് ഖബറിൽ, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഇടയിലുള്ള ഒരു കാലഘട്ടമുണ്ട്, ഒരു ജീവിതമുണ്ട്. അവിടെ അയാൾ അനുഭവിക്കുന്ന മാരകമായ വേദനയുടെ ശിക്ഷയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കളവ് എല്ലാം വെറുക്കപ്പെട്ടതും ഗൗരവപ്പെട്ടതുമാണ് എങ്കിലും ഏറ്റവും ഗൗരവതരമായ കളവ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരിൽ പറയുന്ന കളവുകളാണ്. വമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അള്ളാഹുവിന്റെ പേരിൽ കളവുകൾ കെട്ടിപ്പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിച്ചത്. ഔ കദ്ദബ ബിആയാതി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, അവന്റെ വചനങ്ങളെ കളവാക്കുന്നവനേക്കാൾ വലിയ തോന്നിവാസി അക്രമി ആരുണ്ട്? ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അങ്ങനെയുള്ള അക്രമികളൊന്നും വിജയം വരിക്കുകയില്ല എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. വമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹ് എന്ന് ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്നതിന്റെ ഗൗരവം ഉണർത്തിക്കൊണ്ടുള്ള നിരവധി ആയത്തുകളിൽ ഖുർആൻ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ വായിക്കുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പടച്ചറബിന്റെ പേരിൽ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും കളവ് പറഞ്ഞു പോകുന്ന സാഹചര്യമുള്ളത്. മതവിധികൾ, നമ്മൾ പള്ളിയിൽ പോകുന്ന ആളാണ്, ദീനും ദഅവത്തുമൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണ് എന്നറിയുമ്പോൾ സാധുക്കളായ സാധാരണക്കാരായ പലരും നമ്മളോട് പലതും ചോദിക്കും ദീനിനെ സംബന്ധിച്ച്. ചിലപ്പോൾ ചില ആളുകൾ അതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായ അറിവോ പഠനമോ ഇല്ലാതെ ചാടിക്കയറി ഫത്വ പറയും, മതപരമായ അഭിപ്രായങ്ങൾ പറയും. ഒരുപക്ഷെ അറിവുള്ളവർ അടുത്തുണ്ടായാൽ പോലും അവര് പറയട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കാതെ അവരവർക്ക് തോന്നിയത് ദീനിന്റെ പേരിൽ പറയുന്നത് സൂക്ഷിക്കണം. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ് ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. നിങ്ങളുടെ വായിൽ തോന്നിയതനുസരിച്ച് നിങ്ങൾ ഇന്നത് ഹലാൽ ഇന്നത് ഹറാം എന്ന് പറയരുത്. ലിതഫ്തറു അലല്ലാഹിൽ കദിബ്. അതിലൂടെ വന്ന് ഭവിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് കെട്ടിച്ചമക്കുന്ന കളവ് പറയുന്ന ഗുരുതരമായ അപരാധമാണ് സംഭവിക്കുന്നത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. പടച്ചവന്റെ പേരിൽ ആരെങ്കിലും കളവ് കെട്ടിപ്പറയുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് വിജയമുണ്ടാവുകയില്ല എന്ന് ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 116-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അറിവില്ലാത്ത ഒന്നും നാം പറയാൻ പാടില്ല. ദീനിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് നിസ്ഫുൽ ഇൽമി ലാ അദ്രി. അറിവിന്റെ പകുതി അയാൾക്കുണ്ട്, അദബുണ്ട് അയാൾക്ക്. അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള മാന്യത അത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്ഥിരപ്പെടാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അതും ഇതേപോലെ ഗൗരവപ്പെട്ട സംഗതിയാണ്. ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, അതിന്റെ റഫറൻസ് എന്താണ് എന്നൊന്നും നോക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അത് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് കൈമാറുമ്പോൾ അതും വളരെ ഗൗരവപ്പെട്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബ് ഫഹുവ അഹദുൽ കാദിബൈൻ. ഒരാൾ പറയുന്ന ഒരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായി അയാൾ പറയുന്ന ഒരു കാര്യം യുറാ അന്നഹു കദിബ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്ന് അയാൾ സംശയിക്കുകയും ചെയ്യുന്നു, അഥവാ ഉറപ്പുവരുത്തിയിട്ടില്ല. എന്നിട്ടും അയാൾ എന്നിൽ നിന്ന് അങ്ങനെയുള്ള വർത്തമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രചരിപ്പിക്കുകയാണെങ്കിൽ, ഉദ്ധരിക്കുകയാണെങ്കിൽ ഫഹുവ അഹദുൽ കാദിബൈൻ, രണ്ട് കള്ളന്മാരിൽ ഒരു പെരുങ്കള്ളനാണ് അയാളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന് കളവ് കെട്ടിയുണ്ടാക്കിയ ആളും
രണ്ടാമത്തേത് അത് പ്രചരിപ്പിച്ച ആളും എന്നുള്ള നിലയിൽ രണ്ട് കള്ളന്മാരുടെ വ്യാജവാദികളുടെ കൂട്ടത്തിൽ ഒരാളായി അത്തരം അവസ്ഥയിൽ മാറും. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ദീനീപരമായ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ വലിയ പുണ്യം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകൾ അത് സ്ഥിരീകരിക്കാൻ, അത് ഉറപ്പുവരുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അതിലൂടെ വരുന്ന തിരിച്ചടികൾ, അതിലൂടെ സംഭവിക്കുന്ന അപകടങ്ങളാണ് നമ്മൾ കേട്ടത്. കേട്ടതൊക്കെ പറയുക എന്നത് നല്ല സ്വഭാവമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻസറിങ്, അതൊന്ന് വേണ്ടത് വേണ്ടാത്തത് എങ്ങനെ വേർതിരിക്കുവാനുള്ള ഒരു കൃത്യമായ ബോധമുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ ഖീല വഖാൽ, കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു നടക്കുക എന്നത്, പ്രചരിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ പറയുക എന്നത്, ഒരാളിൽ നിന്ന് കേട്ടത് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞ് അയാളിൽ നിന്ന് കേട്ടത് വേറൊരാളിലേക്ക് കൈമാറി ഇങ്ങനെ നടക്കുക എന്നത് മാത്രം മതി ഒരാൾ കള്ളനായി തീരാൻ, കളവ് പറയുന്നവനായി തീരാൻ. അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ നാവ്, സംസാരശേഷി പടച്ചറബ് ഇഷ്ടപ്പെടുന്ന നന്മകൾക്ക് വേണ്ടിയല്ലാതെ നരകം വിലക്ക് വാങ്ങുന്ന അവസ്ഥയിലേക്കായി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കുവാൻ വേണ്ടി കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അറിയാം അവരെ സംബന്ധിച്ച്? വൈലുൻ ലില്ലദി യുഹദ്ദിസ് ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു വൈലുൻ ലഹു. ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവ് പറയുകയും ആളുകളെ അതിലൂടെ ചിരിപ്പിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുകയും ചെയ്ത് കളവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നാശം, അയാൾ ഗുണം പിടിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ, ബിസിനസ്സുകളിൽ, അതേപോലെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സംസാരങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ എന്തെല്ലാം നമ്മൾ വ്യാജമായി, കളവായി പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരാളുടെ ഫോണിലേക്ക് മെസ്സേജുകളായി, അതേപോലെ തന്നെ നമ്മുടെ റൈറ്റപ്പുകളായി ഒക്കെ പോകുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് അസത്യമുണ്ട് എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ സ്ഥിരീകരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിലൂടെ വരുന്ന ഭവിഷ്യത്തുകളാണ് ആ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു രംഗം, ഫൻതലഖന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞങ്ങൾ അങ്ങനെ വീണ്ടും അവിടെ നിന്ന് പോയി. ഫഅതൈന അലാ മിസ്ലി തന്നൂർ, പിന്നെ ഞങ്ങൾ കടന്നു ചെന്നത് ഒരു ഫർനസ്, ഒരു ചൂള പോലെയുള്ള ഒരു വലിയ അടുപ്പിന്റെ അടുക്കലേക്കാണ്. അതിന്റെ അകത്ത് നിന്ന് ഫീഹി ലഗത്തുൻ വ അസ്വാത്, ശബ്ദകോലാഹലങ്ങൾ, അട്ടഹാസങ്ങൾ അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഫത്തലഅനാ ഫീഹി, ആ ചൂളയിലേക്ക് ഞങ്ങൾ എത്തി നോക്കിയപ്പോൾ ഫഇദാ ഫീഹി റിജാലുൻ വ നിസാഉൻ ഉറാത്ത്, നഗ്നരായ കുറെ പുരുഷന്മാരും സ്ത്രീകളുമാണ് അതിനുള്ളിലുള്ളത്. വഇദാ ഹും യഅതീഹിം ലഹബുൻ മിൻ അസ്ഫൽ, അവരുടെ താഴ്ഭാഗത്ത് നിന്ന് ആ ചൂള ആളിക്കത്തുമ്പോൾ, തീ ഉയർന്നു വരുമ്പോൾ അവർ അട്ടഹസിക്കുകയും ഒച്ചയും ബഹളവും വെക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ചും ചോദിച്ചു, അവരുടെ കുറ്റം എന്താണ്, അവരിങ്ങനെ ശിക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറഞ്ഞു കൊടുത്തത് ഫഹുമുസ്സുനാതു വസ്സവാനി, അവർ വ്യഭിചാരികളായ ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. അള്ളാഹു കൊടുത്ത ദുനിയാവിൽ അവർക്ക് അനുഭവിക്കുവാനുള്ള ഹലാലായ മാർഗങ്ങളെ വിട്ടേച്ചുകൊണ്ട് ഹറാമിന്റെ വഴികളിലൂടെ ലൈംഗികമായ ആവശ്യങ്ങൾ നിർവഹിച്ച ആളുകൾ, സർവ്വ അമ്പിയാക്കന്മാരും വിലക്കിയ ഹറാമായ സംഗതിയാണ് വ്യഭിചാരം എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റവും ശക്തമായി വിലക്കുകയും ചെയ്തു. അതിലേക്കുള്ള സർവ്വ വഴികളും കൊട്ടിയടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഉപദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, വസ്ത്രം ധരിക്കുമ്പോൾ, മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ ഏത് കോലത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കേവലം വ്യഭിചരിക്കരുത് എന്ന് മാത്രമല്ല, വലാ തഖറബുസ് സിന, വ്യഭിചാരത്തെക്കൊള്ള നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ മോശമായ വഴിയാണ് എന്ന് സൂറത്ത് അൽ ഇസ്രായിലെ 32-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. അന്ത്യദിനത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ യക്സുറുസ് സിന, വ്യഭിചാരം അധികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തെ നമ്മളൊന്ന് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടേക്ക് നോക്കിയിട്ട് കണ്ടു പറഞ്ഞതുപോലെ എല്ലാ അതിന്റെ വിവിധങ്ങളായ രൂപങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ, നമ്മുടെ ഭാര്യമാരൊക്കെ
നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാരും അതേപോലെ തന്നെ ഉമ്മമാരുമൊക്കെ ഓരോ മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ, ചിലപ്പോൾ വിവാഹത്തിന്റെ ഫംഗ്ഷനുകളായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റുകളിലേക്ക്, അങ്ങാടികളിലേക്ക്, ഷോപ്പിങ്ങിനുമൊക്കെ പോകുമ്പോൾ അവർ വേശ്യകളായിട്ടാണോ പോകുന്നത് എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെയുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ അവർക്കെതിരെ നീതിപീഠങ്ങളെ സമീപിച്ചുകൊണ്ട് അയാൾ തീവ്രവാദിയാണ്, ഭീകരവാദിയാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന, അതേപോലെ പരാതികളുമായി നടക്കുന്ന മുസ്ലിം നാമധാരികളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഹദീസ് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞു എന്നറിയോ? ഇന്നല്ലാഹ കതബ അല ബനി ആദം ഹല്ലഹു മിനസ് സിന. ആദമിന്റെ മക്കൾക്ക് അഥവാ മനുഷ്യർക്ക് വ്യഭിചാരത്തിന്റെ ഓരോ വിഹിതവുമുണ്ട്, അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്. അദറക ദാലിക ലാ മഹാല, അത് തീർച്ചയായും സംഭവിക്കും. കേവലം ലൈംഗിക അവയവങ്ങളിലൂടെ മാത്രമല്ല അത് സംഭവിക്കുന്നത്. ഫസിനൽ ഐനി അൻ നളർ, കണ്ണിന് വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഹറാമിലേക്ക്, മറ്റുള്ളവരുടെ നഗ്നതകളിലേക്ക്, മ്ലേച്ഛമായ സംഗതികളിലേക്ക് നോക്കുക എന്നതാണ്. അത് നോക്കി ഫോണിലാണെങ്കിലും, അതേപോലെ തന്നെ പിക്ചറുകളിലാണെങ്കിലും, അതേപോലെ തന്നെ മറ്റു പല രൂപത്തിലും ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, റബ്ബ് എനിക്ക് നൽകിയ കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാതെ ഹറാമുകളിലേക്ക് എന്റെ കണ്ണിനെ പായിച്ചാൽ പടച്ചറബ് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം. വസിനൽ ലിസാനി അൽ മൻതിഖ്, നാവിനുമുണ്ട് വ്യഭിചാരം. നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കൊഞ്ചിക്കൊഴയിലും നാവ് കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കലുമാണ്. അതേപോലെ മറ്റൊരു റിവായത്തിൽ കാണുവാൻ സാധിക്കും സിനൽ യദൈനി അൽ ബത്ഷ്, കൈകൾക്കുണ്ട് വ്യഭിചാരം. പിടിക്കാൻ പാടില്ലാത്ത, സ്പർശിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ തൊടുക എന്നത് കൈകൊണ്ട് നടത്തുന്ന വ്യഭിചാരമാണ്. കാലുകൾക്കുണ്ട്, അഥവാ കാലുകൊണ്ട് ആ തിന്മയിലേക്ക് നടന്നു പോകുന്നുവെങ്കിൽ കാലും അതിൽ ഭാഗവാക്കാവുകയാണ്. അങ്ങനെ എല്ലാ അവയവങ്ങൾക്കും സിനയുടെ, വ്യഭിചാരത്തിന്റെ ഒരു വിഹിതമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരങ്ങളെ, ആരുടെയെങ്കിലും ജീവിതത്തിൽ ദുർബലമായ ഒരു നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ബോധമുള്ളപ്പോൾ പടച്ചറബിനോട് പശ്ചാത്തപിച്ച് പൊറുക്കലിനെ തേടണം. ഇല്ലെങ്കിൽ അവർ ഖബറിലേക്ക് എത്തിയാൽ അനുഭവിക്കുവാനുള്ളത് അതാണ് എങ്കിൽ പരലോകത്ത് അവരെ അതിനേക്കാൾ ശക്തമായ രീതിയിൽ അള്ളാഹു അപഹസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, അതൊക്കെ സൂക്ഷിച്ച് തിന്മയിൽ പോകുവാനുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന, തനിച്ചാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കാൻ നമ്മുടെ മക്കൾ പോകുമ്പോൾ, ഭാര്യമാര് പോകുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഖുർആൻ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സ്വാരിഹിം, വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ. എല്ലായിടത്തേക്കും പാഞ്ഞ് എത്തി നോക്കുന്ന ഒരു രീതി മുഅ്മിനിന് ചേർന്നതല്ല. കണ്ണ് നിയന്ത്രിക്കണം. വയഹ്ഫളൂ ഫുറൂജഹും, തുടർന്ന് പറഞ്ഞത് അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കണമെന്ന്. ആദ്യം ഒന്ന് നോക്കാൻ തോന്നും, പിന്നെ ഒന്ന് സംസാരിക്കുവാൻ താല്പര്യമുണ്ടാകും, പിന്നെ ഒന്ന് തനിച്ചാകുവാൻ ഇഷ്ടമാകും. പിന്നെ അതിലൂടെ സംഭവിക്കുന്ന ഇത്തരം ഫിത്നകളെ സംബന്ധിച്ച് ഖുർആൻ എടുത്തു പറഞ്ഞപ്പോൾ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, പെണ്ണുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം, അവർ മാന്യമായ വസ്ത്രം ധരിക്കണം. അവരുടെ സൗന്ദര്യം അവർക്ക് അല്ലാഹു അനുവദിച്ച ഭർത്താവിന്റെ മുന്നിലല്ലാതെ അവർ പ്രദർശിപ്പിക്കരുത്. പൈസ കൊടുത്ത് വാങ്ങുകയാണ് ഇന്ന് സൗന്ദര്യ സംവർദ്ധക വസ്തുക്കൾ. അതേപോലെയുള്ള മാന്യമായ വസ്ത്രങ്ങൾ പോലും ഷെയ്പ്പ് ചെയ്ത് വൾഗറായി വൃത്തികെട്ട രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും സഹോദരിമാരെയും പറഞ്ഞയക്കുന്നുവെങ്കിൽ നരകത്തിലേക്ക് അവർ പോകുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കഴുകന്മാരായി അവരെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അതിന്റെ കുറ്റം നമുക്കുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അവർ ധരിക്കുന്ന ശിരോവസ്ത്രങ്ങൾ അവരുടെ മാരണത്തിലൂടെ താഴ്ത്തിയിടാൻ കൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു. അതേപോലെ ആ ഒരു വ്യഭിചാരം എന്നുള്ള തിന്മയുടെ ദൂഷ്യഫലങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ, കുടുംബം തകരാൻ അത് മാത്രം മതിയാകും. ബന്ധങ്ങൾ ശിഥിലമാകാൻ അതിലൂടെ സാധ്യതയുണ്ട്. കൊലപാതകങ്ങൾ വരെയും ഉണ്ടാകുവാൻ അത് നിമിത്തമാകും. തന്തയില്ലാത്ത മക്കൾ പെരുകുകയും സാമൂഹികമായ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു തിന്മയാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ നാം സൂക്ഷിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ വ്യഭിചാരത്തെ പറഞ്ഞിടത്ത് മിക്കവാറും കൊലപാതകവുമായി ബന്ധപ്പെടുത്തി ചേർത്ത് പറഞ്ഞ ആയത്തുകൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും.
സൂറത്തുൽ ഫുർഖാനിലെ 68-ാമത്തെ ആയത്തും സൂറത്തുൽ ഇസ്രായിലെ 32-33 ആയത്തുകളുമൊക്കെ ഈ രണ്ട് കാര്യങ്ങളെയും ചേർത്താണ് പറഞ്ഞത്. അതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് അല്പം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന്, രണ്ട് പാപങ്ങളുടെയും ഗൗരവമാണ്. കൊലപാതകത്തോളം അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വലിയ തിന്മയായിട്ടാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അതിനെ കാണുകയും വിശദീകരിക്കുകയും ചെയ്തത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വലാ അഅലമു ബഅദ ഖത്ലിൻ നഫ്സി ശൈഅൻ അഅളമ മിനസ് സിന. ഒരു മനുഷ്യജീവൻ ഹനിച്ചു കളയുക എന്ന ഗുരുതരമായ പാതകത്തെ കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വൻ പാപമായി സിനയല്ലാത്ത, വ്യഭിചാരമല്ലാത്ത വേറൊരു തെറ്റിനെ ഞാൻ കാണുന്നില്ല എന്നാണ്. അഥവാ അത്രമാത്രം ഗൗരവമുള്ള പാപത്തിന്റെ ഗൗരവം നമുക്ക് ആ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ മറ്റൊരു പോയിന്റ്, വ്യഭിചാരം കൊലയിലേക്ക് നയിക്കുമെന്നതാണ്. എത്രയോ തെളിവുകൾ നമുക്ക് വിഷയത്തിൽ കാണുവാൻ സാധിക്കും. സംശയമായൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ക്രൂരമായ രീതിയിൽ വെട്ടിനുറുക്കി കൊന്നുകളയുന്ന അവസ്ഥ. ഭാര്യയാകണമെന്നില്ല, പ്രേമിച്ചു നടന്ന് ഭാര്യയാക്കാൻ കൊതിക്കുന്ന ആളെ തന്നെ വേറെ ആരെങ്കിലും നോക്കി എന്ന് വന്നാൽ, വേറെ ആരെങ്കിലുമായി അയാൾക്ക് അവൾക്ക് ബന്ധമുണ്ട് എന്നറിഞ്ഞാൽ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോ സ്വന്തം ഭാര്യയെ വേറൊരാൾ ആ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി നോക്കുകയും സംസാരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഒരാൾക്ക് തോന്നിയാൽ, സംശയമുണ്ടായാൽ തന്നെ ആ ബന്ധമല്ല, കുടുംബമല്ല, ജീവൻ തന്നെ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകും. ലൈംഗികത അഥവാ സെക്സ് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. പക്ഷേ വിവാഹമാണ് അതിന്റെ ശരിയായ മാർഗമായി അള്ളാഹു പറഞ്ഞു തന്നത്. ലൈംഗികമായ ദാഹം ശമിപ്പിക്കേണ്ടത് ഇണകളിലൂടെയായിരിക്കണം. അതല്ലാത്ത വേറെ ഏതെല്ലാം മാർഗത്തിലൂടെ വേലി ചാടി ആ തിന്മയിലേക്ക് ആരെങ്കിലും എത്തുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ അക്രമിയാണ്, പരിധി വിട്ടവനാണ് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പടച്ച റബ്ബിനോട് നിരന്തരം കാവലിന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ആ തിന്മയിലേക്ക് നമ്മൾ ആരെങ്കിലും വഴുതി വീണ് കഴിഞ്ഞാൽ അതുവരെയും നമുക്കുണ്ടായ എല്ലാ ക്ലീൻ ഇമേജുകളും, ആളുകൾക്കിടയിലുണ്ടായ സ്വീകാര്യതയും അംഗീകാരവും സ്ഥാനവും മാനവും എല്ലാം പോയി പോകും. നാം ഒരാളുടെ സമ്പത്ത് കട്ടെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ വലിയ തിന്മയായിരിക്കും എന്നുള്ളത് കൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ വന്നതുപോലെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. സന്മാർഗം നീ എനിക്ക് നൽകണം, സൂക്ഷ്മതാ ബോധം, തഖ്വ നീ എനിക്ക് നൽകണം. വൽ അഫാഫ്, ചാരിത്ര ശുദ്ധി അഥവാ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാത്ത എന്തെങ്കിലും ഒന്നിലേക്ക് ഞാൻ പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുകയാണ് പടച്ചവനെ. അതേപോലെ തന്നെ വൽ ഗിന, ഐശ്വര്യം, ധന്യത, ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വരാതെ എന്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു തരണമേ എന്ന അർത്ഥവത്തായ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം ശർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തിയ വലിയ ഒരു ദുരന്തമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ വയനാട്ടിൽ സംഭവിച്ചതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഉരുൾപൊട്ടൽ ആ പ്രദേശത്തുകാർക്ക് മാത്രമല്ല, കരളുള്ള, കാരുണ്യം പറ്റിപ്പോയിട്ടില്ലാത്ത കരളിന്റെ ഉടമകളായിട്ടുള്ള എല്ലാവർക്കും വല്ലാത്ത നീറ്റലും നോവുമാണ് സമ്മാനിച്ചതെങ്കിൽ
ചിലർ അവിടെ പോലും ആഘോഷമാക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് നമ്മൾ മലയാളികൾക്കിടയിൽ തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് ആഘോഷിക്കുകയാണ് ചില ആളുകൾ. പ്രധാനമായും 2 വിഭാഗം ആളുകളാണ്. ഒന്ന് ഫാസിസ്റ്റ് ശക്തികളാണ് എങ്കിൽ മറ്റൊന്ന് നാസ്തികരാണ്. പടച്ചവനെ കുതിര കയറാൻ, ദൈവവിശ്വാസത്തിന് നേരെ വാളെടുക്കുവാൻ പറ്റിയ വലിയൊരു അവസരമായി, വലിയൊരു ബുദ്ധി ആയി ആളുകൾ അവതരിപ്പിക്കുമ്പോൾ ആ 2 ഫിത്നകളെയും സൂക്ഷിച്ച് വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ചില സംഗതികളുണ്ട്. നമുക്ക് ചില കടമകളും ബാധ്യതകളുമുണ്ട്. ഒരാൾ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരാശ്വാസമായി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, പടച്ചവനെ സംബന്ധിച്ചുള്ള സ്മരണയും റബ്ബിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയും ഒക്കെയായി ആളുകൾ ആ വിശ്വാസത്തിന്റെ കരുത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ മാനസികമായ അവസ്ഥയെ ഒന്നുകൂടി കുത്തിനോവിക്കുന്ന, വ്രണപ്പെടുത്തുന്ന ഈ പറയുന്ന നാസ്തിക ചിന്താഗതിക്കാരായ ആളുകൾ മനുഷ്യകുലത്തിന്റെ തന്നെ ആജന്മ ശത്രുക്കളാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് എന്ത് നന്മയാണ് അതിലൂടെയുള്ളത്? വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുരന്തങ്ങൾ എവിടെയെല്ലാം വെച്ചു കഴിഞ്ഞാലും അതിന്റെയൊക്കെ പിന്നിൽ പല യുക്തി രഹസ്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. സലഫുസ് സാലിഹ്യങ്ങൾ പറയുമായിരുന്നു, ലൗലാ ഹവാദിസുൽ അയ്യാം, ഈ കാലങ്ങളിൽ സംഭവിക്കുന്ന വിപത്തുകളും ദുരന്തങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ലാ യുഅറഫു സബ്റുൽ കിറാം വലാ ജസഉൽ ലിആം, വിശ്വാസികളായ മാന്യന്മാരായ ആളുകളുടെ ക്ഷമയും കരുത്തും അതേപോലെ തന്നെ നീചന്മാരായ തോന്നിവാസികളായ ആളുകളുടെ അസ്വസ്ഥതയും അക്ഷമയും വേർതിരിച്ച ആളുകൾക്ക് മനസ്സിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുമായിരുന്നു. 2 പേരെയും വേർതിരിക്കുന്ന രീതിയിൽ അള്ളാഹു സംവിധാനിക്കുന്ന പരീക്ഷണങ്ങളാണ്. ദുനിയാവിൽ അങ്ങനെയുള്ള പലതും ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കും, ചിലപ്പോൾ ഇതേപോലെ സാമൂഹികമായി ഒന്നടങ്കമായിരിക്കും സംഭവിക്കുന്നത്. അതൊന്നും വെറുതെയല്ല. അതേപോലെ തന്നെ ദുനിയാവ് അതിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ് ഇത്തരം സംഭവങ്ങൾ. ഇന്നഹാ തുഅരിഫുൽ അബ്ദ ഹഖീഖത്തദ് ദുനിയ, ദുനിയാവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കെട്ടിപ്പുണർന്ന് വാരിപ്പുണർന്ന് നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദുനിയാവ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരും സേഫ് സോണിലാണ് എന്ന് കരുതേണ്ടതില്ല. ഒരിക്കലും ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങൾ ഭൂമി കുലുക്കത്തിലൂടെ തകർന്നു പോയ ചരിത്രമുണ്ട്. ഉണ്ടാക്കിയതെല്ലാം നക്കിത്തുടച്ച് ഒഴുകിപ്പോയ ചരിത്രമുണ്ട്. അപ്പോ ദുനിയാവിനെയല്ല നിങ്ങൾ ആത്യന്തികമായി പ്രേമിക്കേണ്ടത്, പടച്ച റബ്ബിനെയാണ്, അള്ളാഹുവിന്റെ ദീനിനെയാണ്. പരലോകമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ഈ സംഭവങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ നിസ്സാരതയും നിസ്സഹായതയും ഇത്തരം സംഭവങ്ങൾ ഓരോന്നും നമ്മളെ ഒരു അലർട്ട് പോലെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ ഫക്കീറന്മാരും മിസ്കീന്മാരുമാണ്. പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് ഓരോ നിമിഷവും ഓരോ മൈക്രോ സെക്കൻഡും റബ്ബിന്റെ സഹായമില്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ദൈവമില്ല, മതം വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? മഴയുണ്ടായിക്കഴിഞ്ഞാൽ, പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് സത്യമല്ലേ, അറിയുന്ന കാര്യമല്ലേ? എന്നിട്ട് ആർക്കെല്ലാം അത് പിടിച്ചു നിർത്തുവാൻ, തടഞ്ഞു നിർത്തുവാൻ സാധിച്ചു? അപ്പൊ പടച്ച റബ്ബ് നിശ്ചയിക്കുന്ന ഈ കാര്യങ്ങൾ ദുരന്തമുണ്ടാകുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ പല ആളുകൾക്കും വലിയ ഭയവും വലിയ ഭക്തിയും വലിയ കരിച്ചിലുമൊക്കെ ഉണ്ടാകും. എന്നാൽ അത് നീങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ധിക്കാരവും തോന്നിവാസവുമുള്ള ആളുകളായി മാറുന്ന കാഴ്ച പ്രളയത്തിന്റെ കാലഘട്ടത്തിലും കൊറോണയുടെ സമയത്തും ഈ പറഞ്ഞ ഉരുൾപൊട്ടലിന്റെ ഘട്ടങ്ങളിലുമൊക്കെ നാം കണ്ടതും കാണാനിരിക്കുന്നതുമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി, മനുഷ്യനൊരു ദുരന്തം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. ثم إذا خوله نعمة منه, എന്നാൽ പടച്ചവൻ ആ ദുരിതം മാറ്റി ഒരു അനുഗ്രഹം, ഒരു നല്ലത് അവർക്ക് വെച്ചു കൊടുത്താൽ മിൻഹു നസിയ മാ കാന യദ്ഉ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് എന്താണ് ദുആ ചെയ്തത് എന്ന് പോലും മറന്നുകൊണ്ട് അതിനേക്കാൾ വലിയ തോന്നിവാസങ്ങളിലേക്ക്, അക്രമങ്ങളിലേക്ക് അവർ പോകും. വജഅല ലില്ലാഹി അൻദാദ, പടച്ചറബ് ഒരിക്കലും പൊറുക്കാത്ത ഏറ്റവും വലിയ അപരാധമായ ഷിർക്കിലേക്ക് പടച്ചറബിന് പങ്കാളികൾ നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ അടുക്കിലേക്ക് പോകുന്ന അവസ്ഥ. ലിയുദില്ല അൻ സബീലി ഖുൽ തമത്തഅ ബികുഫ്രിക ഖലീല ഇന്നക മിൻ അസ്ഹാബിൻ നാർ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയൂ പ്രവാചകരെ, നീ അവരോട് പറഞ്ഞു കൊടുക്കണം, തമത്തഅ ബികുഫ്രിക ഖലീല, നിന്റെ അവിശ്വാസം കൊണ്ട്, സത്യനിഷേധം കൊണ്ട് നിനക്ക് അല്പം ഈ ദുനിയാവിൽ ആയുസ് കിട്ടിയത്ര നീ ആസ്വദിച്ചോ, സുഖിച്ചോ. പക്ഷേ ഇന്നക മിൻ അസ്ഹാബിന്നാർ, നരകത്തിന്റെ വക്താവായി നീ മാറും എന്നുള്ള കാര്യം ഖുർആൻ അവിടെ ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് സുമറിലെ 8-ാമത്തെ ആയത്തിലും 49-ാമത്തെ വചനത്തിലും നമുക്കത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. പ്രയാസങ്ങൾ നീങ്ങാൻ, നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം കിട്ടാൻ, അവർക്ക് ക്ഷമിക്കുവാനുള്ള കരുത്ത് കിട്ടാൻ, നമുക്ക് അതേപോലെയുള്ള ആപത്തുകളും അപകടങ്ങളും വരാതിരിക്കാൻ പടച്ചറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് എത്തിക്കണം. അത് വലിയൊരു ദുരന്തമായി, അഥവാ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിരിവോട് പിരിവ്, അതിന്റെ പിന്നിൽ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ. അതുകൊണ്ട് വിശ്വസ്തമായ വഴികളിലൂടെ, വിശ്വസ്തരായ ആളുകളുടെ കൈകളിലൂടെ, അത് അവരിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ള മാർഗങ്ങളിലൂടെ അവർക്ക് സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ മറ്റേതെല്ലാം നിലക്ക് സഹായിക്കുവാൻ സാധിക്കുമോ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിച്ചു കൊണ്ടിരുന്നാൽ, മാകാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അള്ളാഹുവിന്റെ അടിമ ഒരു സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ കാനല്ലാഹു ഫീ ഔനി, അള്ളാഹു അയാളെയും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ കാലാവസ്ഥയെ നമ്മൾ പഴിക്കരുത്, കുറ്റം പറയരുത്, വിധിയെ നമ്മൾ ശപിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒന്നിലും ആത്യന്തികമായി നന്മയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് പടച്ചറബിലേക്ക് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാൻ, വീഴ്ചകളും തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനും പൊറുക്കലിനെ തേടുവാനും ഒക്കെയുള്ള അവസരങ്ങളായി കണ്ടുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് കൂടുതൽ വിനയപ്പെട്ട് തിരിച്ചു ചെല്ലുകയാണ് ചെയ്യേണ്ടത്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും എല്ലാത്തരം ആപത്തുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രയാസങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക്, ആ പ്രദേശത്തുള്ള ആളുകൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ നമ്മുടെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഷാനവാസ്, പിതാവ് മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ മരണപ്പെട്ട വാപ്പക്കും അതേപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സത്യവിശ്വാസികൾക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും അവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.